അദ്ദേഹത്തിൻ്റെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു അവകാശവാദം ഇസ്ലാം ഫിത്നയായി കണ്ടത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് എന്നാണ്. അതായത് എന്താണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ? ഒരു മതക്കാർക്ക്, അതായത് നിരീശ്വരവാദികൾക്കടക്കം അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രചരിപ്പിക്കാനും പറയാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെയുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം യുദ്ധം നടത്തിയത് എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഇസ്ലാം എന്ത് മനുഷ്യാവകാശമാണ് അംഗീകരിച്ചിട്ടുള്ളത്? മറ്റുള്ളവരുടെ മുസ്ലിങ്ങൾക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാൻ എല്ലായിടത്തും സൗകര്യം വേണം. ഇസ്ലാമും ഇസ്ലാമിൻ്റെ ഭരണമൊന്നും ഇല്ലാത്തടത്തും മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പ്രചരിപ്പിക്കാൻ സൗകര്യം വേണം. അത് അവരുടെ മനുഷ്യാവകാശം. എന്നാൽ ഇസ്ലാം ഉണ്ടായിക്കഴിഞ്ഞാലോ, ഇസ്ലാമിൻ്റെ ഭരണം വന്നു കഴിഞ്ഞാലോ, ഇസ്ലാം നടപ്പിലാക്കി കഴിഞ്ഞാലോ, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാലോ പിന്നെ വേറെ ആർക്കും ഒന്നും ഉണ്ടാൻ പാടില്ല. വേറൊരു മതക്കാർക്കും അവർ ആരാധനാലയം പാടില്ല. വേറെ ആ ഒരു മതക്കാർക്കും അവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അവർക്ക് മതചിഹ്നങ്ങൾ പോലും അവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല. അവരുടെ ആരാധനാലയങ്ങൾ പണിയാൻ പാടില്ല, പുതുക്കാൻ പാടില്ല. അവർക്ക് അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. മാത്രമല്ല, ഈ ഇസ്ലാമിനെതിരെ ഒരാൾക്കും ഒരക്ഷരം ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും ഇത് ഒഴിവാക്കിപ്പോയാൽ അവരെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലണം. ഇതാണ് മനുഷ്യാവകാശം. ഈ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ യുദ്ധം ചെയ്യാൻ പറഞ്ഞത് ഇസ്ലാം? എങ്ങനെയുണ്ട് വ്യാഖ്യാനം? എന്നിട്ട് മുഹമ്മദ് മക്ക ആക്രമിച്ച് കീഴടക്കിയതിന് ഇദ്ദേഹം പറയുന്ന ന്യായം മക്കയിൽ നിന്ന് മുഹമ്മദിനെയും കൂട്ടരെയും അനാവശ്യമായിട്ട് പുറത്താക്കി എന്നാണ്. അത് ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട് എന്നാണ്. ഖുർആനിൽ പറയുന്നുണ്ടെങ്കിൽ അത് നുണയാണ്. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും ഖുർആനിലും പ്രവാചകൻ്റെ ചരിത്രത്തിലും ഒക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, 13 കൊല്ലം മുഹമ്മദ് മക്കയിൽ മുഹമ്മദിൻ്റെ പ്രബോധനം മാത്രമല്ല, മുഹമ്മദ് പ്രകോപനപരമായ രീതിയിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ, മക്കക്കാരുടെ വിശ്വാസങ്ങളെ, അവരുടെ ആരാധനാമൂർത്തികളെ, അവരുടെ ആരാധനാലയത്തെ എല്ലാം നിരന്തരം അവഹേളിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട് തൻ്റെ ആശയങ്ങൾ അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ 13 കൊല്ലം അവരുടെ വിശ്വാസങ്ങളെ മേക്കിട്ട് കയറി നിന്ദിച്ച് അവഹേളിച്ചുകൊണ്ട് മതപ്രചരണം നടത്തിയിട്ട് ഉത്ബോധനം നടത്തിയിട്ടും മക്കക്കാർ മുഹമ്മദിൻ്റെ ശരീരത്തിലൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ കുടുംബ ബന്ധത്തിൻ്റെ പേരിൽ മുഹമ്മദിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് പറയുന്നത് പുറത്താക്കിയെന്ന്. എപ്പോഴാണ് മുഹമ്മദ് പുറത്തു പോരുന്നത്? മുഹമ്മദ് അബൂ താലിബ് മരിക്കുന്നതിന് മുമ്പ് തന്നെ മദീനക്കാരുമായിട്ട് ഗൂഢാലോചനയും ഉടമ്പടിയും തുടങ്ങിയിട്ടുണ്ട്. 3 വർഷം തുടർച്ചയായിട്ട് മദീനക്കാരുമായി കരാറും ഉടമ്പടിയും ഉണ്ടാക്കി ചർച്ച ചെയ്ത് അതെല്ലാം ഉറപ്പിച്ച് ആസൂത്രണം ചെയ്തിട്ടാണ് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. മുഹമ്മദിനെ ആരും അവിടുന്ന് പുറത്താക്കിയിട്ടില്ല. മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരെയും പുറത്താക്കിയിട്ടില്ല. പുറത്താക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. മുഹമ്മദിനെ കൂടെ ഉള്ളവരെയൊക്കെ എന്നോ അവർ തല്ലിക്കൊല്ലേണ്ടതായിരുന്നു. അത്രമാത്രം പ്രകോപനം മുഹമ്മദും കൂട്ടരും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കഥകൾ നമ്മൾ ഖുർആൻ ക്ലാസ്സിലൊക്കെ പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. മക്കയിൽ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ലാത്ത, ഉസ്സ, മനാത്ത, ഹുബൽ തുടങ്ങിയിട്ടുള്ള വിഗ്രഹ ദൈവങ്ങളുടെ തലയിൽ പോയിട്ട് മലവിസർജനം വരെ നടത്തിയിരുന്നു ഈ മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകൾ. മുഹമ്മദ് പറഞ്ഞയച്ചിട്ട്, അബൂബക്കർ പറഞ്ഞയച്ചിട്ട്, ബിലാലിനെ പോലെയുള്ള അടിമകളെ പറഞ്ഞയച്ചിട്ട് മലവിസർജനം നടത്തിക്കുക വരെ ചെയ്തിട്ടുണ്ട് ഈ കഅബയിൽ. എന്നിട്ട് ആ ബിലാലിനെ പോലും ബിലാലിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞുകൊണ്ട് ഉടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടിയാണ് അവർ മർദ്ദിച്ചത്. അല്ലാതെ ബിലാലിനെ അവിടെ ഇട്ട് തല്ലിക്കൊന്നിട്ടില്ല. മുഹമ്മദിനെ എന്നിട്ടും അവരൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും വലിയ അവഹേളനവും മതനിന്ദയും നടത്തിക്കൊണ്ട് മുഹമ്മദ് 13 കൊല്ലം അവിടെ യഥേഷ്ടം തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടും അവിടെ ഒരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഈ 3 കൊല്ലം ഉടമ്പടി നടത്തി മദീനക്കാരുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് മക്കയിലെ സ്വന്തം ഗോത്രത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്നു എന്ന് ഉറപ്പ് വന്ന സമയത്ത് പോലും മുഹമ്മദിനെ അവർ കൊല്ലുകയുണ്ടായില്ല. അപ്പോഴും മുഹമ്മദിനെ അവർ സംരക്ഷിക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ച് അവിടുന്ന് പുറപ്പെട്ട സമയത്ത് പോലും മുഹമ്മദിനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് മുഹമ്മദിനെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങളല്ലാത്ത മുഹമ്മദ് ജാഹിലിയകളെന്ന് വിളിക്കുന്ന മക്കക്കാർ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. പിന്നെ എവിടെയാണ് മനുഷ്യാവകാശ ലംഘനം? ആരാണ് മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചത്? എന്നിട്ട് അങ്ങനെയുള്ള സ്വന്തം കുടുംബത്തെയും സ്വന്തം രക്തബന്ധുക്കളെയുമാണ് മുഹമ്മദ് ചതിയിൽ പിന്നീട് പോയിട്ട്
കൊള്ളയടിക്കാൻ തുടങ്ങുന്നത്. ആ കൊള്ളയ്ക്ക് ന്യായീകരണമായിട്ട് ഖുർആൻ വെളിപാട് ഇറക്കിയ കാര്യമാണ് ഇദ്ദേഹം ഇവിടെ ഓതിക്കേൽപ്പിച്ചത്. അവിടുന്ന് പുറത്താക്കി എന്നുള്ളൊരു ന്യായം. അവിടുന്ന് പുറത്താക്കി എന്ന ഖുർആനിൽ പറയുന്നതിൻ്റെ ന്യായം അവിടെ മുഹമ്മദ് ഉദ്ദേശിച്ചതുപോലെ, മുഹമ്മദ് അവരോട് ആവശ്യപ്പെട്ടതുപോലെ ആ ദേവാലയം മുഹമ്മദിന് വിട്ടുകൊടുക്കുകയും അവരെല്ലാവരും അവരുടെ മതം ഉപേക്ഷിച്ച് മുഹമ്മദിൻ്റെ മതം സ്വീകരിക്കുകയും ചെയ്തില്ല എന്നതിനെയാണ് ഇവിടെ അവിടുന്ന് പുറത്താക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതാരായാലും ചെയ്യുന്നതല്ലേ, ഏത് മതക്കാരായാലും ചെയ്യുന്നതല്ലേ. ഇന്ന് ഇവർ ചെയ്യുമോ? ഇവരുടെ മതത്തിൽ ഇതുപോലെ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ മതം തെറ്റാണ്, വേറെ മതമാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര മുസ്ലിങ്ങൾ തയ്യാറാവും? എത്ര മുസ്ലിങ്ങൾ അവരുടെ ആരാധനാലയം പൊളിച്ചിട്ട് വേറെ അമ്പലം പണിയാൻ കൊടുക്കും? അത് തന്നെയല്ലേ അവരും ചെയ്തത്. അതിനെയാണ് പുറത്താക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം അതൊക്കെ മനുഷ്യാവകാശ ലംഘനമായിട്ടും മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യ നിഷേധമായിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നടത്തിയ കൊള്ളകളെയും അക്രമങ്ങളെയും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇസ്ലാമിൽ യുദ്ധമില്ല, അക്രമമില്ല എന്നതിന് ഇദ്ദേഹം ഖുർആനിൽ നിന്ന് തെളിവുകൾ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ഇതൊക്കെ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഖുർആനിൽ ലാ ഇക്രാഹ ഫിദ്ദീൻ ഉണ്ട്, സംവാദം നടത്തിയാൽ മതിയുണ്ട്, യുക്തിദീക്ഷയോടുകൂടി വർത്തമാനം പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട്, സമാധാനത്തോടു കൂടി നേരിട്ടാൽ മതിയെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ പറഞ്ഞത് എപ്പോഴാണ്? ഇതൊക്കെ പറഞ്ഞത് മക്കയിൽ മുഹമ്മദിന് ആളില്ലാത്ത സമയത്തും ഇവരെ ചതിക്കണമെന്ന് മനസ്സിൽ തീരുമാനിച്ച സമയത്തും ആ ചതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് ലോകാവസാനം വരെ ഇതാണ് ഖുർആൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഇതിന് വിരുദ്ധമായി പറഞ്ഞിട്ടുള്ള നൂറുകണക്കിന് അക്രമത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും വെളിപാടുകൾ അവിടെ കിടപ്പുണ്ട്. ഞാനും നിങ്ങളെ കൂടെ കൂടി തലവെട്ടാനും കഴുത്തുവെട്ടാനും കൂടിത്തരാം, നിങ്ങൾ വെട്ടിക്കോ എന്ന് പറയുന്ന, ഞാൻ അവരുടെ ഹൃദയങ്ങൾക്ക് ഭീതി ഇട്ട് കൊടുക്കും, അപ്പോൾ നിങ്ങൾ വെട്ടിക്കോ എന്ന് പറയുന്ന വെളിപാടുകൾ ഖുർആനിലവിടെ നൂറുകണക്കിനുണ്ട്. ദീൻ മുഴുവൻ അള്ളാഹുവിൻ്റെതാകും വരെ, ഫിത്ന അവസാനിക്കും വരെ നിങ്ങൾ യുദ്ധം തുടരണം എന്ന് പറയുന്ന ആയത്തുകൾ അവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ ലാ ഇക്രാഹ ഫിദ്ദീനൊന്നും അവിടെ വിലപ്പോവില്ല. ആ വൈരുദ്ധ്യമൊക്കെ ഖുർആനിൽ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ വീഡിയോയിലും ഖുർആൻ ക്ലാസ് വീഡിയോകളിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അന്യമതക്കാരുടെ ദേവാലയങ്ങൾ പോലും തകർക്കപ്പെടരുത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ ഓതി കേൾപ്പിച്ചത്. അതൊക്കെ പറഞ്ഞ സന്ദർഭവും സാഹചര്യമൊക്കെ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ വെച്ച് ഞാൻ വിശദമായിട്ട് പറയാം. അങ്ങനെ അന്യരുടെ ദേവാലയങ്ങൾ തകർക്കാൻ പാടില്ല എന്ന് അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന അതേ ഖുർആനിൽ തന്നെയാണ്, അതേ മുഹമ്മദ് തന്നെയാണ് മക്ക കീഴടക്കിയതിന് ശേഷം മക്കയിലും മക്കയുടെ പരിസരത്തും ഉണ്ടായിരുന്ന മുഴുവൻ ദേവാലയങ്ങളും തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തെ അയച്ചത്. ദുൽഖലസ എന്ന് പറയുന്ന വേറൊരു കഅബ ഉണ്ടായിരുന്നു അവിടെ യമൻ്റെ ഭാഗത്ത്. ആ കഅബ പോയി തകർത്തിട്ട് വരാൻ വേണ്ടി കൊട്ടേഷൻ അയക്കുന്നു. ആ കഅബ തകർത്ത് വന്നിട്ട് അവർ പറയുന്നുണ്ട്, തുന്നം പാടിയ പോലെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഹദീസുണ്ട്, ബുഖാരിയിൽ ചരിത്രത്തിലുണ്ട്. അങ്ങനെ അവിടെ ആരാധിച്ചിരുന്ന മുഴുവൻ ആരാധനാലയങ്ങളും തകർത്തു. കഅബയിൽ അവർ ആരാധനയ്ക്ക് വെച്ചിരുന്ന മുഴുവൻ ദൈവങ്ങളെയും എടുത്തിട്ട് തകർത്തു. അങ്ങനെ ആരാധനാലയങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഇസ്ലാം ലോകത്താകെ അധിനിവേശം നടത്തിയിട്ടുള്ളത്. ഇസ്ലാം പോയയിടത്തൊക്കെ അവിടെ കണ്ട വിഗ്രഹങ്ങളും കണ്ട ചരിത്ര സ്മാരകങ്ങളും കണ്ട ക്ഷേത്രങ്ങളും മുഴുവൻ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഇന്ന് ഇഷ്ടംപോലെ ഈ രാജ്യങ്ങളിലൊക്കെ കാണാം. ഈജിപ്തിൽ പോയാൽ കാണാം, തുർക്കിയിൽ പോയാൽ കാണാം, ജോർദാനിൽ പോയാൽ കാണാം. ഇവിടെയൊക്കെ ഉണ്ട് ഈ ഇവർ തകർത്തിട്ടത്. ഏറ്റവും അവസാനം ഇപ്പോൾ താലിബാൻ അവിടെ അധികാരത്തിൽ വന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധപ്രതിമകൾ പീരങ്കി വെച്ച് തകർത്തത് നമ്മൾ കണ്ടു. അപ്പോൾ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളും അവരുടെ വിഗ്രഹങ്ങളും തകർക്കുക എന്നത് ഇസ്ലാമിൻ്റെ പ്രഖ്യാപിത നയമാണ്. അത് നബി പഠിപ്പിച്ചതാണ്, ഖുർആനിലൂടെ അവതരിപ്പിച്ചതാണ്. ഫിത്ന എന്നാൽ കുഫ്റും ശിർക്കുമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം അവിടെ പറഞ്ഞത്. ഞാനല്ല അത് പറഞ്ഞത്. അത് പറഞ്ഞത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അവിടെ രേഖകൾ കാണിച്ചിട്ടുണ്ട്. ഖുർആൻ്റെ ആധികാരികമായിട്ടുള്ള എല്ലാ പരിഭാഷകളിലും തഫ്സീറുകളിലും പറഞ്ഞ കാര്യമാണ് ഞാനവിടെ പറഞ്ഞത്. അതെല്ലാം അവിടെ കാണിച്ചുകൊണ്ട് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ചെയ്ത വീഡിയോയിലും അതിൻ്റെ എല്ലാ തെളിവുകൾ കാണിച്ചിട്ടുണ്ട്. ശിർക്കും കുഫറുമാണ് ഫിത്ന എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനല്ല പറഞ്ഞത്. അത് പറഞ്ഞത് ഖുർആൻ്റെ മുഫസ്സിറുകളാണ്, ഖുർആൻ്റെ പരിഭാഷകരാണ് പറഞ്ഞത്, മൗദൂദിയാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ചരിത്രത്തെയാണ് കൂട്ടുപിടിക്കുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്,
ഇസ്ലാം ഭരണം നടത്തിയെടുത്ത് മറ്റുള്ളവർക്കും ആരാധിക്കാനും മറ്റുള്ളവർക്ക് അവരുടെ മതം വിശ്വസിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ ഏത് ഇസ്ലാമാണ് എന്നത് തന്നെയാണ് ഞാൻ എൻ്റെ ഫിത്നയിലും അതിനെ തുടർന്ന് ഞാൻ വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ച പ്രഭാഷണത്തിലുമൊക്കെ വിശദീകരിച്ചത്. അതൊക്കെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ പിന്നീട് അവർ കൈക്കലാക്കിയ ഇസ്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പ്രചരിപ്പിച്ചപ്പോൾ മുഹമ്മദ് പരിശീലിപ്പിച്ച ഇസ്ലാം അല്ല ലോകത്ത് പ്രചരിച്ചത്. കുറച്ചും കൂടെയൊക്കെ മറ്റുള്ളവരെയൊക്കെ അംഗീകരിക്കുന്ന ഒരു ഇസ്ലാം പിന്നീടാണ് ഉണ്ടായത്. അതാണ് അബ്ബാസിയ ഭരണകാലത്തിൻ്റെയൊക്കെ കഥ നമ്മൾ പറഞ്ഞത്. ആ കാലഘട്ടത്തിലൊക്കെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളും അവരുടെ ഫിലോസഫിയും ഒക്കെ ഇസ്ലാമിലേക്ക് കൂടിക്കലരുകയും അങ്ങനെ കുറച്ചും കൂടെ ലിബറലായിട്ടുള്ള ഒരു ഇസ്ലാം രൂപപ്പെടുകയും ചെയ്തു. പക്ഷേ അതിനെല്ലാം വീണ്ടും തകർത്തുകൊണ്ട് തിരിച്ച് മുഹമ്മദ് മക്കയിലും മദീനയിലും നടപ്പിലാക്കിയ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അടുത്ത കാലത്ത് വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ സലഫി ഇസ്ലാം എന്ന് പറയുന്നത്. ആ സലഫി ഇസ്ലാമിൻ്റെ ഒരു ഭീകരമായ ശാഖയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമും സലഫി ഇസ്ലാമിസ്റ്റുകൾ മുജാഹിദുകളും മറ്റും പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമും ഈ പറയുന്ന ലിബറലിസത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഇസ്ലാം അല്ല. ആ ഇസ്ലാം അവിടെ വേറെ ഉണ്ടായിരുന്നു. ആ ഇസ്ലാം ദീർഘകാലം ലോകത്ത് നിലനിന്നിട്ടുണ്ട്. ആ കാലത്ത് മുസ്ലിം ലോകത്തിന് ഒരുപാട് ഔന്നത്യങ്ങളും പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. അവർ കുറേ കൂടെ വിജ്ഞാനപരമായിട്ടും ചിന്താപരമായിട്ടും ഉയർന്നിട്ടുണ്ട്. നിരീശ്വരവാദികളെ പോലും സഹിച്ചിട്ടുള്ള മുസ്ലിം ഭരണാധികാരികളൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മാതൃക നേതാവായിട്ട് പൊക്കിക്കാണിച്ചത് ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഖലീഫയാണ്. ആ ഖലീഫ ഹാറൂൺ റഷീദും ഇസ്ലാമും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്നൊക്കെ ചരിത്രം ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഹാറൂൺ റഷീദിൻ്റെ ഒക്കെ കൊട്ടാരത്തിൽ നിരീശ്വരവാദികൾ പാട്ടും പാടി നടന്നിരുന്നു. അത് ശരിയാണ്. കാരണം ഹാറൂൺ റഷീദൊന്നും ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നില്ല. അയാളൊക്കെ വളരെ സെക്കുലറായിട്ട് ജീവിച്ച ആളുകളാണ്. അങ്ങനെയുള്ള ഒരുപാട് ഖലീഫമാർ തന്നെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. സെക്യുലറും ആയിരുന്നു, വളരെ ആഡംബര ജീവിതം നയിച്ചവരാണ്. ഇസ്ലാമിൻ്റെ ധാർമ്മികത ഉണ്ടായിരുന്നില്ല, ഇസ്ലാമിൽ പറയുന്ന മതഭ്രാന്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അതൊക്കെ ഇസ്ലാമിൻ്റെ സംഭാവനയാണെന്നും അതാണ് യഥാർത്ഥ ഇസ്ലാം എന്നും ഇന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആത്മവഞ്ചനയാണ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ജബ്ബാർ മാഷ് ഇസ്ലാമിൻ്റെ സംഭാവനയാണെന്ന് പറഞ്ഞിട്ട് യുക്തിവാദത്തെയും നിങ്ങൾ ഹൈജാക്ക് ചെയ്യും. ആ കാലഘട്ടത്തിൽ ഹാറൂൺ റഷീദിനെയും അതുപോലെ അവിസന്നയെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരെയൊക്കെ പൊക്കിക്കാണിച്ചുകൊണ്ട് അതൊക്കെ ഇസ്ലാമിൻ്റെ സംഭാവനയാണ്, ഇതൊക്കെ ഖുർആൻ പഠിച്ചിട്ടുണ്ടായതാണ് എന്ന് നുണ പറയുന്നവർ നാളെ നമ്മളും ഇസ്ലാമിൻ്റെ സംഭാവനയാണ് എന്ന് പറയും. നജ്റാനിലെ ക്രിസ്ത്യാനികളെ മുഹമ്മദ് നബി പുറത്താക്കിയില്ല എന്ന് പറയുന്നത്. മുഹമ്മദ് നബി പുറത്താക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന് ശേഷം ആരാണ് അവരുടെ പുറത്താക്കിയത്? ഖലീഫ ഉമറിൻ്റെ കാലത്താണ് പാക്റ്റ് ഓഫ് ഉമർ ഉണ്ടാക്കുന്നത്. എന്താണ് പാക്റ്റ് ഓഫ് ഉമറിൽ പറയുന്നത് എന്നുള്ള വായിച്ചു നോക്കുക. മറ്റു മതക്കാർക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത്. ക്രിസ്ത്യാനികളുടെ പൗരാവകാശങ്ങളെ മുഴുവൻ വെട്ടി നിരത്തുന്നതാണ് പാക്റ്റ് ഓഫ് ഉമറിലെ ഉടമ്പടി. ക്രിസ്ത്യാനികൾക്ക് അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ സമ്പൂർണ്ണമായി മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം അവിടെ അടക്കി ഒതുക്കി കഴിഞ്ഞോളണം. ഒരു ആരാധനാലയം പുതുക്കി പണിയാൻ പോലും അവർക്ക് അവകാശമുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാക്റ്റ് ഓഫ് ഉമർ വരുന്നത്. ഉമറിൻ്റെ ഭരണകാലത്തുണ്ടായതാണ് സാധനം. ആ ഉമറെ തൻ്റെ ഭരണത്തിന് കീഴിൽ മറ്റു മതക്കാരെ ജീവിക്കാൻ എങ്ങനെയാണ് അനുവദിച്ചത് എന്നതിന് ആ ഒരൊറ്റ ഉടമ്പടി നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച ആൾക്കാരാണ് ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾ എന്നാണ് പറഞ്ഞത്. പലസ്തീനിലൊന്നും ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. പലസ്തീനിലെ ജൂതന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്തിൻ്റെ മുകളിലാണ് കൊണ്ടുപോയിട്ട് അക്സാ പള്ളി ഉണ്ടാക്കിയത്. ഉമറിൻ്റെ കാലം തൊട്ട് പിടിച്ചടക്കിയതാണ് അവിടെ. ഇന്ന് വരെ അത് വിട്ടുകൊടുത്തിട്ടില്ല. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ജൂതന്മാർ സയനിസം എന്ന് പറഞ്ഞിട്ട് വന്നത്. ഇന്ന് വരെ അവർക്കത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ ദേവാലയമാണ്. ഈ കഅബ മുഹമ്മദ് പിടിച്ചടക്കിയ അതേ യുക്തിയും ന്യായവും അനുസരിച്ചാണെങ്കിൽ ജൂതന്മാർക്ക് ഇന്ന് ഈ അക്സാ പള്ളി പൊളിച്ചിട്ട് അവിടെ അവരുടെ അമ്പലം പണിയാം. അവരിതുവരെ അത് ചെയ്തിട്ടില്ല. അത് ഉമറിൻ്റെ കാലത്താണ് പിടിച്ചെടുത്തത്. ഉമർ ബസറയിലേക്ക് കൊടുത്തയച്ച കത്തിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേ ഉമർ തന്നെയാണ് ഈ പാക്റ്റ് ഓഫ് ഉമർ ഉണ്ടാക്കിയത്. അതും കൂടെ പറയണം. അപ്പോഴാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ തനിനിറം പുറത്ത് കാണുക. ഏതായാലും ഹാറൂൺ റഷീദിനെ ഒന്നും ഒരു ഇസ്ലാമിക പണ്ഡിതനും ഇസ്ലാമിൻ്റെ മാതൃകയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. അതൊക്കെ പറയണമെങ്കിൽ അപാരമായ തൊലിക്കട്ടി തന്നെ വേണം എന്നാണ് ഈ ജമാഅത്ത് നേതാവിനോട് എനിക്ക് പറയാനുള്ളത്. ഹാറൂൺ റഷീദിലേക്കൊന്നും പോകണ്ട. ഉസ്മാൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ.
ഉസ്മാൻ ആരെയാണ് പിടിച്ച് ഈജിപ്തിലെ ഗവർണറാക്കിയത്? ഇസ്ലാമിൽ വിശ്വാസമില്ലാതെ മുനാഫിക്കായിട്ട് ഉസ്മാൻ തന്നെ ഒരു മുനാഫിക്കാക്കി സ്വന്തം വീട്ടിൽ സംരക്ഷിച്ച സഅദ് ബിൻ അബീ സർഹിനെയാണ് ഈജിപ്തിൽ ഗവർണറാക്കിയത്. മറ്റേ ചങ്ങാതിനെ അംർ ബിൻ ആസിനെ അവിടുന്ന് പുറത്താക്കിയിട്ട്. ആ ഉസ്മാൻ തന്നെ ഹാറൂൻ റഷീദിനെക്കാളും നല്ല മാതൃകയാണ്. എന്തിന്? സെക്കുലറിസത്തിൻ്റെ മാതൃക. ഒരു എക്സ് മുസ്ലിമിനെ പിടിച്ചുകൊണ്ടിട്ട് ഈജിപ്തിലെ ഗവർണറാക്കാൻ മൂന്നാം ഖലീഫയായ ഉസ്മാന് സാധിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ഉസ്മാനും ഇസ്ലാമിൽ അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആയത്തിറക്കിയിട്ട് അള്ളാഹ് ഇപ്പോൾ കൊല്ലണം എന്ന് പറഞ്ഞ അബൂ സർഹിനെ ഉസ്മാൻ സംരക്ഷിക്കുമായിരുന്നോ? സ്വന്തം സഹോദരനാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ആയത്തിറക്കിയില്ലേ, ഇവനിപ്പോൾ കൊല്ലപ്പെടും, അതിദാരുണമായി കൊല്ലപ്പെടുന്നു, ഇവൻ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ അബൂ സർഹിനെ കുറിച്ച് ആയത്തിറക്കിയതിന് ശേഷമാണ് മുഹമ്മദ് അവനെ കൊല്ലാൻ ഉത്തരവിട്ടത്. എന്നിട്ട് ആ ഉത്തരവാണ് ഉസ്മാൻ വെള്ളത്തിലാക്കി കളഞ്ഞത്. ഉസ്മാൻ പിടിച്ചുകൊണ്ടേറ്റ് മോനെ കൊല്ലാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ്റെ വീട്ടിൽ പാർപ്പിച്ചു, വീട്ടിൽ സംരക്ഷിച്ചു. അങ്ങനെ മുഹമ്മദ് മരിച്ചതിന് ശേഷം ഉസ്മാൻ കൂടെ കൂട്ടി കൊണ്ടുപോയിട്ട് താൻ ഭരിക്കുന്ന സമയത്ത് തൻ്റെ ഇസ്ലാമിൻ്റെ ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയുടെ ഗവർണറാക്കി മാറ്റി ഇവനെ. ഈ ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത മുഹമ്മദിൻ്റെ തരികിടയും തട്ടിപ്പും മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാം എന്ന് മുർത്തദ്ദായി പോയ ആളായിരുന്നു അബീ സർഹ്. ഈ അബീ സർഹിൻ്റെ കഥ പറഞ്ഞപ്പോൾ അതിനും ഇദ്ദേഹം ഒരു ന്യായം പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന ന്യായം വളരെ രസമാണ്, അത് ഞാൻ പറയാം. അബീ സർഹിൻ്റെ കഥ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അക്കാലത്ത് അംഗീകൃതമായൊരു സംവിധാനം യുദ്ധം മാത്രമായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ന്യായം പ്രശ്നപരിഹാരത്തിന്. ഈ അക്കാലത്ത് അതായിരുന്നു സംവിധാനം, അക്കാലത്ത് അങ്ങനെയായിരുന്നു, അക്കാലത്ത് അങ്ങനെയായിരുന്നത് കൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ ഓരോരോ ധാർമ്മിക നിയമങ്ങളെ ന്യായീകരിക്കുന്നത് എത്രമാത്രം പരിഹാസ്യമാണ്, എത്രമാത്രം വിരോധാഭാസമാണ്. എന്തിനാണ് ഇസ്ലാം വന്നത്? അക്കാലത്തുള്ള ഏർപ്പാടൊക്കെ അതുപോലെ നിലനിർത്താനാണോ ഇസ്ലാം വന്നത്? ഇസ്ലാം വന്നതിനെക്കുറിച്ചുള്ള അവകാശവാദം എങ്ങനെയാണ്? 1,24,000 പ്രവാചകന്മാരെ ആദൻ നബി തൊട്ട് മുഹമ്മദ് നബി വരെ ലോകത്തെ എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ട് മനുഷ്യരെങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ കാറ്റലോഗാണ് ഖുർആൻ എന്നാണ് ഇസ്ലാമിൻ്റെ ഭാഷ്യം. അതിലിനി ലോകാവസാനം വരെ കുത്തും കോമി മാറ്റം വേണ്ട എന്നാണ്. ആ ഖുർആനിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞത് അക്കാലത്ത് വേറെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അക്കാലത്ത് സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ ലോകാവസാനം വരെ ആ സംവിധാനം തുടരണം എന്നാണോ അള്ളാഹുവിൻ്റെ മതം പഠിപ്പിക്കുന്നത്? എത്ര പരിഹാസ്യമായ വാദമാണ് നിങ്ങളീ പറയുന്നത്. അടിമത്തത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഇതേ വാദം ഉന്നയിക്കും. അക്കാലത്ത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അടിമകളുണ്ടാക്കിയതും അടിമകളെ വിറ്റതും യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്നവരെ അടിമകളാക്കിയതും യുദ്ധത്തടവുകാരായ അടിമ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തതൊക്കെ അക്കാലത്ത് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ന്യായം പറയാറ്. അത് ഇസ്ലാമിൻ്റെ അടിത്തറ തകർക്കുന്ന വർത്തമാനമാണത്. ഇസ്ലാം ഒന്നാകെ പളുങ്ക് പോലെ ഉടഞ്ഞു പോകുന്ന വർത്തമാനമാണത്. കാരണം ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? ലോകാവസാനം വരെ മനുഷ്യരെങ്ങനെ ജീവിക്കണമെന്ന് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഏറ്റവും അവസാനത്തെ പുസ്തകം, ഇനിയൊരു കുത്തും കോമയും മാറ്റം വേണ്ടാത്ത വിധത്തിൽ പൂർത്തീകരിച്ചിറക്കി സീലടിച്ച പുസ്തകം എന്നാണ് ഖുർആനെ കുറിച്ച് പറയുന്നത്. ആ ഖുർആനിലൂടെ പഠിപ്പിച്ച ഇസ്ലാം പല കാര്യങ്ങളും അക്കാലത്തെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് നിവൃത്തിയില്ലാത്തത് കൊണ്ട് നടപ്പിലാക്കി എന്ന് പറയുന്ന ന്യായം ഈ ഇസ്ലാമിൻ്റെ അടിവേര് വെട്ടുന്ന ന്യായമാണ്. ഇസ്ലാം യുദ്ധത്തിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്ന് പഠിപ്പിച്ചത് വേറെ ഒരു സംവിധാനം അന്നില്ലാത്തതുകൊണ്ടാണെന്ന്. അന്നില്ലെങ്കിൽ പുതിയ സംവിധാനം പറഞ്ഞു കൊടുക്കാനല്ലേ പടച്ചോൻ അവസാനത്തെ കിതാബ് ഇറക്കേണ്ടത്. നമ്മളിന്ന് എന്താ പറയുന്നത്? നമ്മൾ മനുഷ്യരിന്ന് ഈ ദൈവങ്ങളുടെ വെളിപാടൊന്നും ഇല്ലാതെ മനുഷ്യരിന്ന് എന്താ പറയുന്നത്? മനുഷ്യരേത് പ്രശ്നം, അത് രാജ്യങ്ങൾ തമ്മിലായാലും കുടുംബങ്ങൾ തമ്മിലായാലും സമൂഹങ്ങൾ തമ്മിലായാലും ഗോത്രങ്ങൾ തമ്മിലായാലും മനുഷ്യർ തമ്മിലുള്ള ഏത് പ്രശ്നവും ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതാണ് ജനാധിപത്യം, അതാണ് സമാധാനം, അതാണ് ധാർമ്മികം എന്നാണ് ഇന്ന് മനുഷ്യർ പറയുന്നത്. പ്രായോഗികമായി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്തേ അത് പറഞ്ഞു തരാൻ അള്ളാൻ്റെ കിതാബിൽ ഒരു ആയത്തില്ലാതെ പോയത്? നിങ്ങൾ കഴുത്തിന് വെട്ടിക്കോ ഞാനും കൂടി തരാമെന്നാണ് ഖുർആനിൽ പ്രശ്നം പരിഹരിക്കാൻ പറയുന്ന മാർഗം. അന്ന് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്ന്. അന്ന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞതാണെങ്കിൽ അന്ന് വലിച്ചെറിയേണ്ട സാധനമല്ലേ ഇത്? ഇന്നെന്തിനാ ഇതും പൊക്കിക്കൊണ്ട് നടക്കുന്നത് നമ്മൾ? ഇന്ന് മനുഷ്യൻ എന്ത് പറയണം, നാളെ മനുഷ്യൻ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഒടുക്കത്തെ കിതാബ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ നല്ലതെന്ന് കരുതുന്ന കാര്യങ്ങളെക്കാൾ നല്ലതാണ് ഈ കിതാബിൽ ഉണ്ടാവേണ്ടത്.
ജനാധിപത്യത്തെക്കാൾ മികച്ച ഒരു സംവിധാനമാണ് ഈ കിതാബിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ യുദ്ധം ചെയ്യാൻ പറയുന്ന ആയത്തുകളും വെളിപാടുകളും അല്ല ഈ കിതാബിൽ ഉണ്ടാവേണ്ടത്. യുദ്ധത്തിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് അന്നത്തെ ഒരു സംവിധാനമായിരുന്നു എന്ന ന്യായമൊന്നും ആ ഒരു ദൈവത്തിൻ്റെ പുസ്തകത്തിൽ യുദ്ധം ചെയ്യാൻ പറയുന്നതിന് ഒട്ടും സ്യൂട്ടാവില്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇസ്ലാം യുദ്ധത്തിനെയൊക്കെ ഒന്നുണ്ട് മാനുഷിക മുഖം നൽകിയൊന്നുണ്ട് വെളുപ്പിച്ചു എടുത്തു എന്നാണ് പറയുന്നത്. ഇസ്ലാം യുദ്ധത്തിന് മാനുഷിക മുഖം നൽകിയെന്നോ? എന്തായി പറയുന്നത്? ഉണ്ടായിരുന്ന മാനുഷിക മുഖം കൂടെ ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്തത്. തെളിവുകളുണ്ട്. അതിൻ്റെ തെളിവാണ് ഹുനൈൻ യുദ്ധത്തിൽ തടവുകാരായി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കൂടെ പിടിച്ച സമയത്ത് ആ പെണ്ണുങ്ങളെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കെ ഭർത്താക്കന്മാരും കൂടെ തടവുകാരായി കൂടെ ഉണ്ടായിരിക്കെ അവരെ നമ്മൾ പങ്കിട്ടെടുത്തിട്ട് അവരെ ബലാത്സംഗം ചെയ്യുന്നത് ശരിയാണോ നബിയെ എന്ന് അന്നത്തെ ജാഹിലിയ അറബികൾ സന്ദേഹം ഉന്നയിച്ച് പ്രവാചകൻ്റെ മുമ്പിൽ. അപ്പോഴാണ് ഭർത്താവ് ഉണ്ടെങ്കിലും പൂശിക്കോ എന്ന് പറഞ്ഞ് ആയത്തിറക്കിയത്. ഇതാണ് ഖുർആൻ്റെ ചരിത്രം. മാനുഷിക മുഖം നൽകിയോ യുദ്ധങ്ങൾക്ക്? യുദ്ധത്തിൽ സിവിലിയൻസിനെ തടവുകാരാക്കുന്നത് മാനുഷിക മുഖമാണോ? തടവുകാരാക്കിയ സിവിലിയൻസിനെ അടിമകളാക്കുന്നതിൽ എന്ത് മാനുഷിക മുഖമാണുള്ളത്? തടവുകാരാക്കിയ സിവിലിയൻസിലെ സ്ത്രീകളെ അടിമകളാക്കി അവരെ ലൈംഗിക ചൂഷണത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ത് മാനുഷികതയാണുള്ളത്? ഇതൊക്കെ ലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭീകരമായ തെമ്മാടിത്തമാണ്. ആ തെമ്മാടിത്തത്തെ വെളിപാടിറക്കി ന്യായീകരിക്കുകയാണ് ഖുർആൻ ചെയ്തത്. മാനുഷിക മുഖം നൽകിയത്രേ. പൈശാചിക മുഖം നൽകി എന്ന് പറഞ്ഞാൽ പിശാച് പോലും പ്രതിഷേധിക്കും. കാരണം പിശാച് പോലും ചെയ്യാത്ത പണിയാണ് ഇതൊക്കെ. ആ പണി ചെയ്യാനാണ് ആയത്തിറക്കിക്കൊണ്ട് മുഹമ്മദ് അനുയായികളെ പഠിപ്പിച്ചത് എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. ഇതൊക്കെ നമ്മൾ കുറേ ചർച്ച ചെയ്തായതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. പിന്നെ ഇദ്ദേഹം ഒരു പല്ലിവാൽ എടുത്തത്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ആ ഒരു സൂത്രം ഉപയോഗിച്ച വേറൊരു കാര്യം, ഞാൻ ഈ ഫിത്നകളൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഈജിപ്ത് കീഴടക്കിയ സന്ദർഭത്തിൽ ഖലീഫ ഉമറിൻ്റെ കാലത്ത് അംർ ബിൻ ആസിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്ത് കീഴടക്കിയപ്പോൾ അവിടെ അലക്സാണ്ട്രിയയിലെ ലൈബ്രറി എന്ത് ചെയ്യണമെന്ന് അംർ ബിൻ ആസ് ഖലീഫയോട് അഭിപ്രായം ചോദിച്ചു എന്നും ഖലീഫ അത് കത്തിച്ച് കളയാൻ പറഞ്ഞു എന്നും പറയുന്ന ഒരു ഭാഗം ഞാനവിടെ പറഞ്ഞിരുന്നു. അത് പറയുമ്പോൾ തന്നെ ഞാൻ ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഇസ്ലാമിനെ ന്യായീകരിക്കുന്ന ഇസ്ലാമിൻ്റെ ആധുനിക ചരിത്രകാരന്മാരും അതിനെ വെളുപ്പിച്ചു കൊടുക്കുന്ന ചില മറ്റു ചരിത്രകാരന്മാരുമൊക്കെ ആ സംഭവത്തെ നിഷേധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പല പുസ്തകങ്ങളിലും ഈ സംഭവം പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാക്കൾ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായ നഹ്ജുൽ ബലാഗയിൽ അലിയുടെ ഹദീസുകൾ ഉൾക്കൊള്ളിച്ച നഹ്ജുൽ ബലാഗയുടെ ആമുഖത്തിൽ കൊടുത്തിട്ടുള്ള ചരിത്ര വിവരണത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ പേജ് കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നഹ്ജുൽ ബലാഗ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നഹ്ജുൽ ബലാഗയിൽ ആ പേജ് ഞാൻ അവിടെ സ്ക്രീനിൽ കാണിച്ചതാണ്. അതിൽ ഈ സംഭവം പറയുന്നുണ്ട് വിശദമായിട്ട്. ഇങ്ങനെ അത് കത്തിച്ചിട്ടാണ് വെള്ളം ചൂടാക്കിയത് എന്നുള്ളത് അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയിൽ. ഇവിടെ അലക്സാണ്ട്രിയ ലൈബ്രറി കത്തിച്ചു എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ പറയുന്ന ഷിയാക്കൾ കൃത്യമായി പറയുന്ന ഈ ഒരു കാര്യം ഞാൻ അവിടെ അവതരിപ്പിച്ചത് ഞാനെന്തോ നുണയുണ്ടാക്കി പറഞ്ഞു എന്നും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും ലോകത്തിൻ്റെ ചരിത്രത്തിലുമൊക്കെ അങ്ങനെ ഒരു സംഭവമില്ല എന്നും ആ സംഭവം നുണയാണെന്ന് ഓറിയൻ്റലിസ്റ്റുകൾ പോലും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം ഇദ്ദേഹം ചെലവഴിച്ചത് ഈ അലക്സാണ്ട്രിയ ലൈബ്രറിയുമേ കിടന്നിട്ടാണ്. അലക്സാണ്ട്രിയ ലൈബ്രറിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അതൊരു വലിയ ഫിത്നയാണ്, അതാണ് ഏറ്റവും വലിയ ഫിത്ന എന്ന അർത്ഥത്തിലൊന്നുമല്ല. അത് ഈജിപ്ത് കീഴടക്കിയ സംഭവം പറഞ്ഞപ്പോൾ അതിന് അനുബന്ധമായിട്ട് ഒരു കാര്യം അങ്ങ് പറഞ്ഞു പോയി എന്നുള്ളൂ. അത് പറയുമ്പോൾ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക ചരിത്രകാരന്മാർ ആധുനിക കാലത്ത് അതിനെ നിഷേധിക്കുന്നുണ്ട്, പക്ഷേ ഷിയാക്കളുടെയൊക്കെ ചരിത്രത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അതിൻ്റെ ചരിത്രവും കൃത്യമായിട്ട് അവിടെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ വെച്ചിട്ട് ഇദ്ദേഹം നമ്മളെ ചരിത്രം എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ചരിത്രത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ചരിത്രത്തിൻ്റെ ആകെ മൊത്തം പരിമിതികളെക്കുറിച്ച് ബോധമില്ലാതെയല്ല നമ്മൾ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ചരിത്രം എന്ന് പറയുന്നത്
നമ്മൾ വായിക്കുന്ന ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതി വെച്ച കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ചരിത്രമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഏത് ചരിത്ര ഗ്രന്ഥമായാലും അത് രചിച്ചവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരുപാട് പരിമിതികളുണ്ടാവും, അതിൽ അതിശയോക്തികളുണ്ടാവും, അതിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവും, അതിൽ അർദ്ധസത്യങ്ങളും സത്യങ്ങളും ഉണ്ടാകും, നുണകളും ഉണ്ടാവും. ഇതെല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് എല്ലാ ചരിത്രകാരന്മാരും ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ചരിത്രത്തെക്കുറിച്ച് നമ്മൾക്ക് കാര്യങ്ങൾ വായിച്ച് പഠിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് അപാകതകളും ന്യൂനതകളും ഉള്ള പരിമിതികളുള്ള ചരിത്ര രേഖകളെ അവലംബിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ചരിത്രം പഠിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എല്ലാവരും അനുഭവിക്കുന്ന എല്ലാ ചരിത്രത്തെയും സംബന്ധിച്ചുള്ള ഒരു പരിമിതി. അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ തന്നെ പല വിഭാഗക്കാരുണ്ട്, പല അവാന്തര വിഭാഗക്കാരുണ്ട്. അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാവാൻ കാരണമായത് ചരിത്രപരമായ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ അവാന്തര വിഭാഗക്കാരും ചരിത്രം എഴുതുമ്പോൾ ആ സംഭവങ്ങളെ അവരവർക്ക് അനുകൂലമാക്കിയിട്ടാണ് എഴുതുക. അങ്ങനെ ഓരോ വിഭാഗക്കാരും അവരവർക്ക് അനുകൂലമായിട്ടും മറ്റവർക്കെതിരായിട്ടും കുറേ അർദ്ധസത്യങ്ങളും നുണകളും അതിശയോക്തികളും കൂട്ടിക്കലർത്തി വികലമാക്കിക്കൊണ്ട് എഴുതി വെച്ചിട്ടുള്ള ചരിത്രങ്ങളാണ് നമുക്ക് കിട്ടുക. അല്ലാതെ ഒരു ചരിത്രവും അന്നിങ്ങനെ ഓഡിയോ റെക്കോർഡിങ് നടത്തി വെച്ചിട്ട് അത് കൃത്യമായിട്ട് അതുപോലെ വസ്തുതാപരമായിട്ട് നമ്മളെ മുമ്പിൽ വിളമ്പിത്തരുന്ന ഒരു ചരിത്രവും ലോകത്തെവിടെ ഉണ്ടാവില്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ അത് എഴുതുന്നവർ ഏത് കാലഘട്ടത്തിലാണോ എഴുതുന്നത്, എന്തുദ്ദേശത്തോടു കൂടിയാണോ എഴുതുന്നത്, ഏതൊക്കെ ഇൻഫർമേഷൻസ് ആർക്ക് പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണോ എഴുതുന്നത്, അതിനനുസരിച്ച് കോട്ടിയും മടക്കിയും വളച്ചൊടിച്ചും തിരിച്ചും മറിച്ചും അതിശയോക്തികൾ കലർത്തിയും തന്നെയാണ് ചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സുന്നികൾ എഴുതി വെച്ചിട്ടുള്ള ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഷിയാക്കൾ വളരെ മോശക്കാരായിരിക്കും, അവർ ചെയ്തതൊക്കെ തെറ്റായിരിക്കും, സുന്നികൾ ചെയ്തതെല്ലാം കറക്റ്റായിരിക്കും. ഷിയാക്കൾ എഴുതിയ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സുന്നികൾ ചെയ്തത് മുഴുവൻ തമ്മാടിത്തരങ്ങളായിരിക്കും, അവർ കാട്ടിക്കൂട്ടിയതെല്ലാം മോശമായിരിക്കും, ഇവർ ചെയ്തത് വളരെ ശരിയുമായിരിക്കും. ആ രീതിയിലാണ് ഷിയാക്കൾ ചരിത്രം എഴുതുക, മറ്റേ രീതിയിലാണ് സുന്നികൾ ചരിത്രം എഴുതുക. അപ്പോൾ നമ്മൾ സുന്നികളുടെ ചരിത്രം മാത്രം വായിച്ചിട്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചരിത്രം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഷിയാക്കളുടെ ചരിത്രം മാത്രം വായിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും ചരിത്രത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചില സംഭവങ്ങളെ ഉദ്ധരിക്കുന്നത്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ മറ്റേതായിരിക്കാം ശരി, ചിലപ്പോൾ രണ്ടിലുമായിരിക്കില്ല ശരി, അതിൽ നിന്ന് വ്യത്യസ്തമായതായിരിക്കാം നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു അലക്സാണ്ട്രിയ ലൈബ്രറിയുടെ കാര്യത്തിൽ മാത്രമല്ല, മുഹമ്മദ് നബിയുടെ ജീവിതകാലത്ത് നടന്നതും അതിനുശേഷം ഖലീഫമാരുടെ കാലത്ത് നടന്നതും ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വികസനവുമായി നടന്നിട്ടുള്ളതുമായ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചരിത്രാഖ്യാനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ യഥാർത്ഥ ചരിത്രം എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഗവേഷണം നടത്തുന്ന ഒരാൾ ആ ഗവേഷണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം എടുത്ത് വായിക്കുമ്പോഴാണ് അവർക്ക് അവരുടേതായ ഒരു വീക്ഷണം രൂപപ്പെടുത്താൻ കഴിയുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും രേഖകളെയും ചരിത്രത്തെയും ഒക്കെ ഞാൻ പരിശോധിക്കുന്നത് ഇതിൽ അന്ധമായി ഒരു ദൈവികതയിൽ വിശ്വസിച്ചുകൊണ്ടല്ല, മറിച്ച് ഇതൊരു മഹാ തട്ടിപ്പും തരികിടയുമായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഇതിനെ നിഷ്പക്ഷമായിട്ടും ഭൗതികമായിട്ടും സാധ്യതകളുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുമാണ്. അതിനകത്തുള്ള അത്ഭുതങ്ങളും കറാമത്തുകളും നുണകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതൊക്കെ ഒഴിവാക്കിയിട്ട് യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സംഭവങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചരിത്രത്തെയൊക്കെ പരിശോധിക്കുന്നത്. അപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുന്ന രേഖകൾ ഇതൊക്കെയാണ്, ഈ ന്യൂനതകളുള്ള രേഖകളാണ് എന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും യഥാർത്ഥ വസ്തുതകളെ നമുക്ക് കണ്ടെത്താനേ കഴിയില്ല. ഇത് ചരിത്രത്തിൻ്റെ പരിമിതിയാണ്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചത്. ഇവിടെ ഫിത്ന എന്ന എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ ഊന്നൽ നൽകിയതും ഞാൻ മുഖ്യ വിഷയമായി അവതരിപ്പിച്ചതും ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആധുനിക ഇസ്ലാം വിശ്വാസികളുടെ മുമ്പിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ മറച്ചു പിടിക്കുന്നത് കൊണ്ട് ഇസ്ലാമിക വിശ്വാസികൾക്ക് പൊതുവിൽ അറിയാത്ത കാര്യങ്ങളാണ് ഞാനവിടെ പറഞ്ഞത്. അത് പറയുമ്പോൾ പല പുസ്തകങ്ങളിൽ നിന്നും എടുത്ത പല കാര്യങ്ങളും എടുക്കേണ്ടി വരും, അതൊക്കെ എടുത്തിട്ട് പറയേണ്ടി വരും. കാരണം മുത്തുനബീൻ്റെ മകളെ ചവിട്ടിക്കൊന്നത്
ഖലീഫ ഉമറാണ് എന്ന് ഏതെങ്കിലും മൗലിയർ വയലു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകളുടെ ആധുനിക കാലത്തെ പ്രസിദ്ധീകരണങ്ങളിലോ പുസ്തകങ്ങളിലോ എഴുതി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? അത് വിശ്വാസികൾ അറിയരുത് എന്ന് വിചാരിച്ച് മറച്ചു പിടിക്കുകയാണ്. ഹസനെയും ഹുസൈനെയും അലിയെയും ഒക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് കൊന്നത്, അബൂ സുഫിയാൻ്റെ സന്തതികളാണ് കൊന്നത് എന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് വയലു പറയുമ്പോൾ മൊലിയന്മാർ പറയാത്തത്? ബദറിലെ പോരിശ പറഞ്ഞുകൊണ്ട് എത്രയോ കഥാപ്രസംഗങ്ങളും വയലുകളും നടക്കാറുണ്ട്, ബദറും ഉഹുദും കന്തക്കും പറഞ്ഞുകൊണ്ട്. എന്തേ ജമൽ യുദ്ധവും കർബല യുദ്ധവും പറഞ്ഞിട്ട് അതിൽ ഇസ്ലാമിസ്റ്റുകൾ തമ്മിൽ മുസ്ലിങ്ങൾ തമ്മിലാണ് അടികൂടിയത് എന്നും അതിലാണ് 10,000-കണക്കിന് മുസ്ലിങ്ങൾ പരസ്പരം തല്ലി മരിച്ചത് എന്നുള്ള വസ്തുത, ആ വസ്തുത പോലെ എന്തുകൊണ്ടാണ് മൊയ്ലിയന്മാർ വയലു പറയാത്തത്? അത് പറയാത്തത് അത് മുസ്ലിങ്ങൾ അറിയാൻ പാടില്ല, അത് അവരുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ മറച്ചു വെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ തുറന്ന് കാണിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിങ്ങൾ ഇനിയും തമ്മിൽ തല്ലുകൂടാൻ വേണ്ടിയിട്ടല്ല. ഇത് ദൈവീകമൊന്നുമല്ല. ഈ പറയുന്ന അള്ളാഹു ഒന്നും എല്ലാ ആരാധനാലയങ്ങളും ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറയുന്ന അള്ളാഹു ഒരു ആരാധനാലയം സംരക്ഷിക്കാൻ വന്നിട്ടില്ല. ബദർ യുദ്ധത്തിൽ മലക്കുകളയച്ച അള്ളാഹു ഈ ജമൽ യുദ്ധത്തിലും ഈ സിഫീൻ യുദ്ധത്തിലും അതുപോലെ മുസ്ലിങ്ങൾ പരസ്പരം അടിക്കുന്ന യുദ്ധത്തിലുമൊക്കെ അത് തടയാൻ വേണ്ടിയിട്ട് ഒരു മലക്കിനെയും പറഞ്ഞയച്ചിട്ടില്ല. അള്ളാഹു അവിടെ ഇരുന്ന് കണ്ട് ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ മുസ്ലിങ്ങൾ പരസ്പരം കഴുത്തുവെട്ടി 10,000-കണക്കിന് ആളുകൾ മരിക്കുമ്പോൾ അള്ളാഹു ആകാശത്തിരുന്ന് അത് കണ്ട് ചിരിക്കുകയായിരുന്നു. അള്ളാഹു മലക്കുകളെയും പറഞ്ഞയച്ചില്ല, ഒരു കൊടുങ്കാറ്റും പറഞ്ഞയച്ചില്ല, അത് തടയാനും ശ്രമിച്ചില്ല. അതൊക്കെ വിശ്വാസികൾ അറിയണം. അപ്പോഴാണ് ഈ വിശ്വാസം എത്രമാത്രം പൊള്ളയാണ് എന്നുള്ളത് വിശ്വാസികൾക്ക് ചിന്തിക്കാൻ അവസരം ഉണ്ടാവുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. അത് പറയുമ്പോൾ ചരിത്രത്തിൽ നിന്ന് പറ്റാവുന്നതൊക്കെ നമ്മൾ എടുത്തിട്ട് പറയും. അത് ചരിത്രത്തിൻ്റെ പരിമിതിയൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ഞാൻ സൂറത്തുൽ കാഫിറൂൻ അത് ഒരു പ്രവചനം എന്ന നിലക്കാണെങ്കിൽ അത് പൊളിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അതിന് ഇദ്ദേഹം അത് വളരെ ബാലിശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട്. സൂറത്തുൽ കാഫിറൂനിൽ അദ്ദേഹം അർത്ഥം പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ചെറിയൊരു തരികിട ഒപ്പിച്ചു. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് എന്താ പ്രവചനം എന്നാണ് ചോദിച്ചത്. അങ്ങനെ മാത്രമല്ല അതിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിലും ആരാധിക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ സന്ദർഭം ഖുറൈശികളായിട്ടുള്ള പ്രമാണിമാർ മുഹമ്മദിനെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശങ്ങളെ നിരസിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്ന് ഇറക്കിയ ആയത്താണത്. ആ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അന്ന് മുമ്പിൽ വന്നിട്ടുള്ള ഖുറൈശി പ്രമാണിമാർ പലരും പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു മുഹമ്മദിൻ്റെ കൂടെ കൂടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തുടങ്ങി എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കാനേ പോകുന്നില്ല എന്ന സൂറത്തുൽ കാഫിറൂനിലെ പ്രസ്താവന പൊളിഞ്ഞു. അത് പ്രവചനമായി പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും ആ പറഞ്ഞ വാചകം ഒരു പ്രവചനമായി എടുത്താൽ അത് പൊളിഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിലെന്താ അബദ്ധമുള്ളത്? എന്താ ബാലിശമുള്ളത്? അങ്ങനെ എത്രയോ അബദ്ധങ്ങൾ ഖുർആനിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ പ്രവചനം പൊളിഞ്ഞ് അതിൽ പൊളിഞ്ഞ വേറെ സാധനമാണ് അബീസർഹിൻ്റെ കാര്യത്തിൽ ഇറക്കിയ ആയത്ത്. അബീസർഹ് അതിക്രൂരമായി കൊല്ലപ്പെടും എന്ന അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടും അയാൾ നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ ആയത്ത് ഖുർആനിലുണ്ട്. ആ അബീസർഹാണ് പിന്നെ ഇസ്ലാമിൻ്റെ തലതൊട്ടപ്പനായി വന്നത്, ഈജിപ്തിൻ്റെ ഗവർണറായി വന്നത്. അയാളെ ഇനി നരകത്തിലിടാൻ പറ്റുമോ അള്ളാഹുവിന്? അയാൾ ദാരുണമായ മരണം ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവിടെയും പ്രവചനം പൊളിഞ്ഞില്ലേ? അപ്പോൾ ഈ പ്രവചനം പൊളിഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? പ്രവചനം ഫലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് തള്ളു നടത്തുന്നുണ്ട്. മുഹമ്മദ് നബി അങ്ങനെ പ്രവചിച്ചു, ഇങ്ങനെ പ്രവചിച്ചു, ആ പ്രവചിച്ചതൊക്കെ പിന്നെ സത്യമായി പുലർന്നു, അതുതന്നെയാണ് മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിനും ദൈവീകതയ്ക്കും തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തള്ളുന്നുണ്ട്. ആ തള്ളിന് മറുപടിയായിട്ടാണ് ഒരുപാട് പ്രവചനങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. മുഹമ്മദിൻ്റെ പ്രവചനം മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവചനം തന്നെ പൊളിഞ്ഞു എന്നതിൻ്റെ നിരവധി തെളിവുകൾ ഖുർആനിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൂറത്തുൽ കാഫിറൂനും അബൂ സർഹിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നത്.